ജീവിതത്തിൽ ചിലപ്പോൾ നിരന്തരമായ സമ്മർദ്ദം പോലെ തോന്നുന്ന പ്രയാസകരമായ സമയങ്ങളെ നാം നേരിടുന്നു. നമ്മൾ തകർക്കപ്പെടുന്നതായി തോന്നിയേക്കാം. പക്ഷേ ഈ സമ്മർദ്ദത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഈ സമയങ്ങളിലാണ് ദൈവം നമ്മെ രൂപപ്പെടുത്തുന്നത്, നമ്മെ ശക്തരാകാൻ സഹായിക്കുന്നു, മെച്ചപ്പെട്ട ഒന്നിനായി നമ്മെ ഒരുക്കുന്നു. ഓരോ വെല്ലുവിളിയും ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കാനും നമ്മുടെ ഉള്ളിലെ ശക്തി കണ്ടെത്താനുമുള്ള അവസരമാണ്. സമ്മർദ്ദം നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളെ കൂടുതൽ വലുതാക്കി മാറ്റാനാണ്. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. പകരം നിങ്ങളുടെ വിശ്വാസവും സ്വഭാവവും വളർത്തിയെടുക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി അവയെ കാണുക. ഓർക്കുക, വജ്രങ്ങൾ അങ്ങേയറ്റത്തിലെ സമ്മർദ്ദത്തിലാണ് രൂപം കൊള്ളുന്നത്. നിങ്ങളും വിലപ്പെട്ട ഒന്നായി മാറുകയാണ്. ഇന്ന് സമ്മർദ്ദം പോലെ തോന്നുന്നത് നാളത്തെ ശക്തിക്കായി ഒരുക്കുന്നു. നിങ്ങൾക്ക് അമിതഭാരം അനുഭവപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ മുറുകെ പിടിക്കുക. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. മുന്നോട്ട് പോകാനുള്ള ശക്തി ദൈവം നൽകും. ബൈബിൾ പറയുന്നു, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34:18, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ കർത്താവ് രക്ഷിക്കുന്നു. എൻ്റെ ഉപദേശം ഇതാണ്: ജീവിതം കഠിനമായും സമ്മർദ്ദം നിറഞ്ഞതുമാകുമ്പോൾ പിന്മാറുകയോ ഭയപ്പെടുകയോ ചെയ്യരുത്. പ്രാർത്ഥിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ഈ നിമിഷങ്ങൾ നിങ്ങളെ കൂടുതൽ ശക്തരാക്കുന്നുവെന്ന് ഓർമ്മിക്കുക. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നത് തുടരുക. പ്രയാസകരമായ സമയങ്ങളിൽ പ്രതീക്ഷയും പുതിയ ശക്തിയും നിറഞ്ഞ ഒരു നല്ല നാളെയിലേക്ക് നയിക്കും. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്കാവുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.